Hi guys, welcome to the channel Kalangavan. Directed by Jitin K. Jose and written by Jitin K. Jose and Jishnu S. Srikumar. Cinematography by Faisal Ali and edited by Praveen Prabhakar. Music by Majid Mujib. മ്യൂസിക് ഒക്കെ ഒരു എക്സെപ്ഷണൽ വർക്കായിരുന്നു. കുറെ റെട്രോ സോങ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊക്കെ മുജീബ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്ന വെഫെയർ ഫിലിംസ് ആണ്. ദുൽഖറിന്റെ കളങ്കാവൻ എന്ന സിനിമ ബേസ് ചെയ്തേക്കുന്നത് സൈനൈഡ് മോഹന്റെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഇത്തിരി ഫിക്ഷനും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഈ ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇതിനേക്കാളും മുന്നേ നമ്മുടെ മാമാങ്കത്തെ അസോസിയേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുറിപ്പിന്റെ ഒരു കോ റൈറ്ററും കൂടിയായിരുന്നു. സിനിമയിലെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഓക്കേഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലായിട്ടൊന്നും പറയാൻ അങ്ങനെ തോന്നിയില്ല. പിന്നെ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയൊക്കെ ഫിലിം എന്ത് ഡിസർവ് ചെയ്യുന്നു അതുപോലെ ചെയ്തേക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. അതിനുപരി കൂടുതൽ വണ്ടർഫുൾ എന്ന് പറയാൻ ഒന്നുമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ സിനിമയുടെ മെയിൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ആണ്. മമ്മൂട്ടിയും വിനായകന്റെ പെർഫോമൻസ്, അതാണ് സിനിമയിലെ മെയിൻ ഹൈലൈറ്റും. മമ്മൂട്ടി സ്റ്റാൻലി ദാസ് എന്ന ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ വിനായകൻ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ ഒരു വൺ ലൈൻ പറയുവാണെങ്കിൽ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസ് ഓഫീസർ, അതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഉണ്ടാകുന്ന കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും അങ്ങനെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. കുറെ നടിമാരുണ്ട് ഇതിൻ്റെ അകത്ത്. 21ഓളം ഞാൻ കറക്റ്റാണെങ്കിൽ 21ഓളം നടിമാര് ഉണ്ടെന്ന് പറയുന്നു. അത് ഓരോരോ വിക്ടിംസ് ആണ് ഇവര്, ഈ സീരിയൽ കില്ലറിന്റെ. പക്ഷെ ഈ ഓരോ വിക്ടിംസും വരാൻ നേരത്ത് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും അവരോട് തോന്നത്തില്ല. എനിക്കൊന്ന് അതിന്റെ മെയിൻ കാരണം സിനിമ കാണിക്കുന്ന പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരിയൽ കില്ലറിനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഈ പോലീസിന്റെയും ഇതിൽ നിന്നാണ് നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കൂടുതലും സ്ക്രീൻ സ്പേസ് പോകുന്ന എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്കാണെന്ന് തോന്നുന്നു. അത് നമ്മൾ എൻജോയ് ചെയ്യും സത്യം പറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് ആ അഭിനയം. ഏറ്റവും വലിയ ഹൈലൈറ്റ്, സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ. ഈ ഒരു കഥ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിവാൻഡ്രം, നാഗർകോവിൽ, തമിഴ്നാട്, കേരള ബോർഡർ അറൗണ്ട് അവിടെയാണ്. അപ്പം മമ്മൂട്ടി ഒരു ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ ഒരു പറയുന്നത്, അതൊക്കെ നല്ല നല്ല എക്സെപ്ഷണൽ ആയിട്ട് മമ്മൂട്ടി പോർട്രേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജും സ്ലാങ്ങും എല്ലാം. പിന്നെ സിനിമയിലേക്ക് പറയുവാണെങ്കിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തേക്കുന്ന മുജീബ്, അത് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. കുറെ റെട്രോ സോങ്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറെ റെട്രോ സോങ്സ്, അതൊക്കെ പല സീൻസിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും വാസ് ഓൾസോ എക്സെപ്ഷണൽ. കാരണം ക്ലൈമാക്സിലൊക്കെ വരുന്ന ആ ഒരു റെട്രോ സോങ്ങും അതേപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഒക്കെ ഭയങ്കര ക്രീപ്പിയും നമുക്കൊരു അറ്റ്മോസ്ഫിയർ വേഗം അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരം സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ എത്ര തരം ആൾക്കാർ ഈ സിനിമ കാണണം. ഒന്ന് മമ്മൂട്ടിയുടെ അഭിനയം കാണാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഒരു ഡ്രാമ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും പോയി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കളങ്കാവൻ.